എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. ശ്രീ ഭഗവാനുവാച അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. സാരം: ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. ഭാവാർത്ഥം: അദ്ദേഹത്തെ പരോക്ഷമായി വിഡ്ഢിയെന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിൻ്റെ നിലപാടെടുത്തു അർജുനനെ ശാസിക്കുന്നു. നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു, അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെപ്പറ്റി വ്യസനിക്കാറില്ല. അറിവ് എന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിൻ്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. മതപരങ്ങളായ പ്രമാണങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണ് എന്നത്രേ അർജുനൻ്റെ വാദം. പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരുന്നതിനാലാണ് ദുഃഖത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാൻ ഇടവന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല. ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാഃ ന ചൈവ ന വഭിഷ്യാമഃ സർവേ വയമതഃ പരം. സാരം: ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിട്ടേയില്ല. അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാവുന്നില്ല. ഭാവാർത്ഥം: വേദങ്ങളിൽ കഠോപനിഷത്തും ശ്വേതാശ്വേതരോപനിഷത്തും പറയുന്നു, സർവേശ്വരനായ കൃഷ്ണൻ എണ്ണമറ്റ ജീവാത്മാക്കളുടെ അവരവരുടെ കർമ്മങ്ങൾക്കും അവ ഉളവാക്കുന്ന പ്രതികരണങ്ങൾക്കും അനുയോജ്യങ്ങളായ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ പുലർത്തിപ്പോരുന്നു. ആ സർവേശ്വരൻ തന്നെ തൻ്റെ സമ്പൂർണ്ണ അംശങ്ങളായ ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുമുണ്ട്. ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്ക് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കും. മുക്തിക്ക് ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നീക്കി അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തൻ്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന മായാവാദികളുടെ സിദ്ധാന്തത്തെ പ്രാമാണികനായ ശ്രീ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. ബദ്ധാവസ്ഥയിൽ മാത്രമേ വ്യക്തിത്വം ചിന്താവിഷയമാകുന്നുള്ളൂ എന്ന വാദത്തിനും ഈ സൂക്തം ഇടകൊടുക്കുന്നില്ല. മറിച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വം ഉപനിഷത്തുകൾ ഊന്നി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭാവിയിലും ശാശ്വതമായി നിലനിൽക്കുമെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ മായാതീതനാകയാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ആധികാരികമത്രേ. വ്യക്തിസത്ത യാഥാർത്ഥ്യമല്ലെങ്കിൽ കൃഷ്ണൻ ഭാവി കാലത്തേക്കു കൂടി അതിനുള്ള പ്രസക്തിയെ ചൂണ്ടിക്കാട്ടുകയില്ലായിരുന്നു. ശ്ലോകം 13. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തേർ ധീരസ്തത്ര ന മുഹ്യതി. സാരം: ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്നു യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമമുണ്ടാവില്ല.
ഭാവാർത്ഥം. ഓരോ ജീവസത്തയും ഓരോ വ്യക്തിഗത ജീവാത്മാവാകയാൽ നിമിഷം തോറും ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുട്ടിയായിട്ടും യുവാവായിട്ടും വൃദ്ധനായിട്ടും കാണപ്പെടുന്നു. എന്നാൽ ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ഈ ജീവാത്മാവ് മരണാനന്തരം പുതിയൊരു ശരീരമെടുക്കുന്നു. അടുത്ത ജന്മത്തിൽ അതിന് തീർച്ചയായും ആത്മീയമോ ഭൗതികമോ ആയ മറ്റൊരു ശരീരം ഉണ്ടാകും. അങ്ങനെയിരിക്കെ അത്രയധികം ഉത്കണ്ഠ കൊള്ളുന്ന ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെച്ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല. മറിച്ച് പഴകിപ്പോയ ശരീരങ്ങൾക്ക് പകരം പുതു ചൈതന്യം ഉൾക്കൊള്ളുന്നവയെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുയോജ്യമായി വിവിധ സുഖഭോഗങ്ങളോ ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടതരുന്ന ഇത്തരം ദേഹാന്തര പ്രാപ്തികൾ ഒന്നുകിൽ ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ആത്മീയമായ ശരീരം ലഭിക്കും. അല്ലെങ്കിൽ ഉപരിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനുതകുന്ന ശരീരമെങ്കിലും ലഭിക്കും. എങ്ങനെയായാലും ദുഃഖിക്കാനില്ല. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീരപരിണാമങ്ങളെപ്പറ്റി വ്യാമോഹമുണ്ടാവില്ല. ശ്ലോകം 14. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യ താം തിക്ഷസ്വ ഭാരതാം. സാരം: ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതികൾ പോലെ അത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഭാവാർത്ഥം: തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസത്തിലും പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിന് വിസമ്മതിക്കുന്നില്ല. വേനൽ ചൂട് ഏറ്റവും അസഹ്യമാകുന്ന മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കളപ്പണി നടത്തുന്നു. കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവെക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തൻ്റെ നിയത കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. വിജ്ഞാനവേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ. അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മാഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. 2 വിധത്തിലും മഹനീയമായ പാരമ്പര്യമാണ് അദ്ദേഹത്തിൻ്റേത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ശ്ലോകം 15. യം ഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭാം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സാരം: അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഭാവാർത്ഥം: ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്കർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4ാമത്തെ ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായൊരവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവെക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യാപുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി. കുടുംബബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.